നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജിവെച്ച് മുഖം മിനുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കാരണം ഒന്നു മാത്രം, CPM-ൻ്റെയും LDF-ൻ്റെയും അണികൾക്ക് പോലും ഒരു വെറുക്കപ്പെട്ടവനായി മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. CPM ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അഴിമതിക്കെതിരെയുള്ള, അതുപോലെ സ്വജനപക്ഷപാതത്തിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കുന്നതോടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതുവഴി BJPയുടെ സഹായത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നുമാണ്. അതോടുകൂടി പിണറായി വിജയന് തന്നെ വീണ്ടും തിരിച്ചു വരികയും ചെയ്യാം. ഈ ആശയം കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലത്തെ ഹൈക്കോടതി പരാമർശത്തോടു കൂടിയാണ്. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT കോടതികളിൽ നിന്ന് തന്നെ ഇരട്ടപ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന ഒരു ദിനമായി ഇന്നലെ മാറി. അന്വേഷണത്തിലെ വീഴ്ചകളും അതുപോലെ പക്ഷപാതിത്വവും ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ SITയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊല്ലം വിജിലൻസ് കോടതി ഇവിടെ അന്വേഷണത്തിന് വിളിച്ചത്. രണ്ട് ഉത്തരവുകളും സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. വൻ തിരിച്ചടിയാണ് ഇത് രണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ കോളിളക്കങ്ങളും സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ വഴിയേ CPM-ന് മുന്നിൽ ഇനിയുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസ് സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ പഴുതുകളില്ലാത്ത നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും മറുപടി പറയേണ്ടത് കോടതിയോട് മാത്രമാണെന്നും ഹൈക്കോടതി പറഞ്ഞതാണ്. എന്നാൽ അന്വേഷണം ഇഴയുന്നുവെന്നും ചിലരൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ ശ്രമമാണിത് എന്ന് ഉത്തരവിലൂടെ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം അധ്യക്ഷൻ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള പ്രമുഖരെ ഒഴിവാക്കുക വഴി കോടതിയെ ചൊടിപ്പിച്ചത് ആ ഒറ്റ കാര്യമാണ്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഇതിനും കാളും വലിയ തോക്കുകൾ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി കോടതി SITയോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ അരിയാഹാരം കഴിക്കുന്ന CPM-കാർക്ക് തന്നെ അറിയാം ഈ വാക്കുകൾ ആരിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ട് കേസുകളിലുമായുള്ള പകുതിയോളം പ്രതികളെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് വൻ തോക്കുകളിലേക്കും അന്വേഷണം നീളണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതോടെ പ്രമുഖർക്കായി കേരളം കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ പുറത്താക്കുന്നതിന് മുൻപ് സ്വയം രാജിവെക്കണം എന്നുള്ളതായിരിക്കും പ്രവർത്തകരുടെ ആവശ്യം എന്നാണ് അറിയുന്നത്.